മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? ആ പറഞ്ഞോ. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന. ഓക്കെ. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TV തന്നെ എനിക്ക് മനസ്സിലായത്. നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 25ന് വെഡിങ് ആണോ? ഓ ഓക്കെ. എനിക്ക് ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല, അപ്പോ എന്റെ ഊഹം ശരിയാണ്. ഷീ ഈസ് അബ്നോർമൽ. അപ്പോ എന്റെ ഊഹം ശരിയാണ്, അവൾക്ക് ഭ്രാന്താണല്ലേ? ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? എന്ത് കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? സംസാരിക്കുന്നത്? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? കൊള്ളാവോ? ഇല്ല. ബുദ്ധിയുണ്ടോ? ഇല്ല. ഒരല്പമെങ്കിലും ബോധമുണ്ടോ? ഇല്ല. കൂടെ പഠിച്ച ഒരാളോടാണോ ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് വന്ന് പറയുന്നത്? നീ ഒരു മരക്കിഴങ്ങനാ. ഒന്നുകൂടെ വിളിക്കട്ടാ? അവര് ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ അത്രക്ക് ദേഷ്യം വന്നു. അപ്പോ കുണ്ടിക്ക് മെഹന്തി ഇടാൻ പറഞ്ഞിട്ട് 2 സാധനങ്ങളുടെ വീഡിയോ കണ്ടു. ഞാൻ അതിനെ ഒരു കോമഡി പോലെയാണ് അവതരിപ്പിച്ചത്. എന്നാലും എന്റെ മനസ്സ് തട്ടി പറയാണ്, ഒരു ജോലിയെ, ഒരു പ്രൊഫഷനെയാണ് അവർ കളിയാക്കിക്കൊണ്ട് ഇത്രയേറെ മ്ലേച്ഛമായിട്ട് വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ പൊങ്കാല ഇടുന്നത് കണ്ടപ്പോഴേക്കും വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങ് മുങ്ങി. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ കാണിച്ച സുഷ്കാന്തി ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ കാണിക്കുവോ? തെറ്റായിട്ട് അംഗീകരിച്ചുകൊണ്ടാണല്ലോ വീഡിയോ ഡിലീറ്റ് ചെയ്തത്.